പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ സക്കേവൂസ് ഒരു തീരുമാനം എടുത്തല്ലേ. അപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? ലൂക്ക 19:9 ഈശോ എന്നാ പറഞ്ഞത്? ഇന്ന് ഈ ഭവനത്തിന് രക്ഷ. രക്ഷ എന്ന് പറഞ്ഞത് ആരാ? ഈശോയാ. ഇന്ന് ഈ ഭവനത്തിന് ഈശോ. അപ്പം ഈശോ അവിടുന്ന് പോയാലും ശരി, ഈശോ അവിടെ ഉണ്ടാവും. സക്കേവൂസിന് വീട്ടിൽ നിന്ന് കാപ്പിയും കുടിച്ച് ഈശോ പോകും. അതാരാണ്? മനുഷ്യനായ ഈശോ. ദൈവത്തിൻ്റെ അരൂപിയാകുന്ന ഈശോ സക്കേവൂസിൻ്റെ ഭവനത്തിൽ രക്ഷയായി നിലനിൽക്കും. അതാണ് ഉടമ്പടി എടുക്കുമ്പോൾ സംഭവിക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ ഓരോ മക്കളുടെ വീട്ടിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം. അതുകൊണ്ടല്ലേ ഉടമ്പടി എടുക്കുമ്പോൾ ഇപ്പം ഈശോ തന്നെ പറഞ്ഞു, ഉടമ്പടിക്ക് മുമ്പ് എന്നാ ചെയ്തത്? ഞാനൊരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിക്ക് മുമ്പ് ഈശോ കുറച്ച് കാര്യം ചെയ്തായിരുന്നു. എന്താണ്? കച്ച എടുത്ത് കെട്ടി ദാസൻ്റെ വസ്ത്രം അണിഞ്ഞ് സെർവൻറ്റിൻ്റെ അരക്കെട്ട് കെട്ടിയിട്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. എന്നിട്ട് കർത്താവ് ഉടമ്പടിക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ദാറ്റ് ഇസ് കറക്റ്റ്. അത് കർത്താവ് ആദ്യം സ്ഥിരീകരിച്ച് സ്ഥാപിച്ചു. എന്താണ്? അത് ശരി തന്നെ. പിന്നെന്താ പറയണത്? ദൈവത്തെ സംബന്ധിക്കുന്ന ആദ്യ കാര്യങ്ങൾ പറഞ്ഞു. കർത്താവാണ്, ഞാൻ നിങ്ങളുടെ കർത്താവാണ്. നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു എന്ന് പറഞ്ഞില്ലേ? അതാണിത്. നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു എന്നല്ലേ മോസസിനോട് പറഞ്ഞത്, ജനങ്ങളോട് പറഞ്ഞത്. അതാണ് ഉടമ്പടിക്ക് മുമ്പ്. ഉടമ്പടിക്ക് മുമ്പ് എന്താണ് സിനായ് മലമുകളിൽ വെച്ച് മോസസിനോട് ദൈവം പറഞ്ഞത്? ഐ വിൽ കം വിത്ത് യു, ഞാൻ നിന്റെ കൂടെ വരും. ജെറിക്കോ ഞാൻ പൊടിക്കാം, നിന്നെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. ജോർദാൻ ഞാൻ പറ്റിക്കും. പക്ഷെ വൺ കണ്ടീഷൻ. എന്താണ്? നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. വീണ്ടും ഉടമ്പടി വരികയാണ്. ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്. അന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ദിവ്യകുർബാനയായി. പക്ഷെ വൺ കണ്ടീഷൻ. എന്താണ്? നിന്റെ കർത്താവ് ദൈവം. നിങ്ങൾ എന്നെ കർത്താവെന്നും ഗുരുവെന്നും വിളിക്കുന്നു. ദാറ്റ് ഇസ് കറക്റ്റ്. അത് ശരി തന്നെയാണ്. നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. അതല്ലേ പൗലോസ് പറയണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചോട് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ രക്ഷ പ്രാപിക്കും, കർത്താവിനെ പ്രാപിക്കും. കൈ അടിച്ചു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 13:14 13 അധ്യായം 13 വാക്യവും 14 വാക്യവും എന്നാ ഉടമ്പടിക്കുള്ള നിബന്ധനയാണ്. ഉടമ്പടി നമുക്ക് നൽകുന്ന വാഗ്ദാനം എന്താണ്? 14:18 ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. യോഹന്നാൻ 14:18 ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. മത്തായി 28:20 ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോടുണ്ടായിരിക്കും. അതിനുവേണ്ടി ദിവ്യകുർബാന സ്ഥാപിക്കുമ്പോൾ ഉടമ്പടിയുടെ ആത്യന്തികമായ വാഗ്ദാനം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ആദ്യമേ പറഞ്ഞത്, നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, മറ്റൊരു ദൈവം നിനക്കുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴിവിടെ പറയണത്. എന്താ? നിങ്ങളെന്നെ കർത്താവെന്നും ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. യോഹന്നാൻ 13:13 ദാറ്റ് ഈസ് കറക്റ്റ്. അത് ശരിയാണെന്ന്. ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് 10:9 യേശു കർത്താവാണ്. എന്ത് രോഗം വന്നാലും, എയ്ഡ്സ് വന്നാലും, എബിയോള വന്നാലും, വി വിൽ പ്രൊക്ലെയിം ദാറ്റ് ജീസസ് ഈസ് ദ ലോർഡ്. നമ്മൾ പറയും യേശുവാണ് കർത്താവെന്ന്. എബിയോള അല്ല, എയ്ഡ്സ് അല്ല, മഞ്ഞപ്പിത്തമല്ല, എബിഎസ് അല്ല. പിന്നെന്താണ്? യേശുവാണ് കർത്താവ്. പറഞ്ഞേ, യേശുവാണ് കർത്താവ്. പറമക്കളെ, യേശുവാണ് കർത്താവ്. യേശുവാണ് കർത്താവ്. യേശുവാണ് കർത്താവ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ.
ദിവ്യകുർബാനയാകുന്ന മഹാ ഉടമ്പടിയുടെ അടിസ്ഥാനമായ നിബന്ധന എന്താണ്? രണ്ടാമത്തെ നിബന്ധന എന്താണ്? നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം. അപ്പോൾ ഉടമ്പടിയുടെ മെയിൻ കാര്യങ്ങളൊന്ന് മനുഷ്യന്മാർ പരസ്പരമുള്ള കാര്യങ്ങളാണ്, അല്ലേ? ഇപ്പം ആ അമ്മ ചേച്ചിയുടെ മോളുടെ കാര്യം കണ്ടില്ലേ? ചില കാര്യങ്ങൾ അമ്മായിയപ്പനോട് ചില മരുമക്കൾ വയ്ക്കും, അപ്പ ഒക്കെ കണ്ണു കാണാൻ പാടില്ല, ഇത് ഒരു ചോരക്കുഞ്ഞല്ലേ, എനിക്ക് നാണമുണ്ടാ ഈ കുഞ്ഞിന് മുമ്പ് ഇരുന്നുകൊണ്ട് പുറകുവലിക്കാൻ, അങ്ങനെ ചോദിക്കണ മരുമക്കളും ഉണ്ട്. ഒരു വിഷയമാണ്. വേണമെങ്കിൽ നിനക്ക് നിൻ്റെ സ്വഭാവം അനുസരിച്ച് ശാഠ്യത്തോടു കൂടിയും അപ്പനെ മുറിപ്പെടുത്തിയും സംസാരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ദൈവികമായ ആ വിഷയം പരിഹരിക്കാം. എങ്ങനെയാണ്? ഈശോനോട് പറഞ്ഞിട്ട് പരിഹരിക്കാം. ഈശോനോട് പറയുമ്പോൾ പരിഹരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഓപ്പറേഷൻ്റെ പാട് പോലും കാണത്തില്ല, അല്ലെങ്കിൽ ആ മുറിവ് അങ്ങനെ തന്നെ കിടക്കും, ഇല്ലേ? ഉടമ്പടി നിന്നെ ജീവിത പ്രശ്നങ്ങളെ ഈശോയുടെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ പരിഹരിക്കാനുള്ള ദൈവികമായ പദ്ധതിയുടെ പേരാണ് ഉടമ്പടി. ജീവിത പ്രശ്നങ്ങളെ ഈശോയുടെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ പരിഹരിക്കാനുള്ള ജീവിതക്രമമാണ് നമ്മൾ നോക്കുന്നത്. എന്താ കാര്യം? അങ്ങനെ നോക്കിയാൽ അതിൽ നിത്യജീവൻ വരെ ഉൾപ്പെട്ടിട്ടുണ്ടാകും. അപ്പം നിങ്ങൾ പ്രതികാരം ചെയ്യരുത് എന്നെന്താ പറയണത്? ഞാൻ പ്രതികാരം ചെയ്തോളാം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്രതികാരം ചെയ്താൽ നമ്മുടെ ആത്മാവ് കൃപ നഷ്ടപ്പെട്ടു പോകും. കൃപ നഷ്ടപ്പെട്ടു പോയാൽ കുരിശ് വ്യർത്ഥമാകും. യേശുക്രിസ്തുവിൻ്റെ കുരിശിനെ നീ നിൻ്റെ സാധാരണ മനുഷ്യരോട് ദാഷ്ട്യം കാണി ജയിച്ച് വ്യർത്ഥമാക്കരുതെന്നാണ് കർത്താവിൻ്റെ വചനം നമുക്ക് നൽകുന്ന സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ. മനസ്സിലായില്ലേ? നീ പ്രതികാരം ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ എന്താ? നീ പ്രതികാരം ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ ആത്മാവ് അയോഗ്യമാവും, കറയുള്ളതാകും. കാര്യം എന്താ? പ്രതികാരം എന്ന് പറയുമ്പോൾ സ്നേഹരാഹിത്യം ഉണ്ടാവും. സ്നേഹരാഹിത്യം, ആത്മാവിന് സ്നേഹരാഹിത്യം കുറയുന്ന അനുസരിച്ച് ചില ആൾക്കാർ പറയില്ലേ, അച്ഛാ എൻ്റെ ബ്ലഡിന് എന്തോ കൗണ്ട് കുറയുന്നെന്ന് ഡോക്ടർ പറയുന്നെന്ന് പറയും. ബ്ലഡിന് കൗണ്ട് കുറയുന്ന പോലെ ആത്മാവിന് സ്നേഹം കുറഞ്ഞാൽ കൃപ കുറഞ്ഞു വരും. അതുകൊണ്ട് അങ്ങനെ നീ ചെയ്യരുത്. ഞാൻ തന്നെ അത് കൈകാര്യം ചെയ്തോളാം, അത് എന്നെ ഏൽപ്പിക്കാൻ പറയും. ഏൽപ്പിക്കാൻ പറയുമ്പോൾ നമ്മുടെ സങ്കടവും വേദനയും നാട്ടുകാരും നമുക്ക് തരുന്ന ഭാരവും മാത്രം പറയില്ല, നിൻ്റെ ഉത്കണ്ഠകളും കർത്താവിനെ ഏൽപ്പിക്കാൻ പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ പേരാണ് വിശുദ്ധ ഗ്രന്ഥ. എന്താ? നിങ്ങളുടെ ഉത്കണ്ഠകളെ കർത്താവിനെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പക്ഷെ ഒരു പ്രശ്നമുള്ളത് മക്കളെ, ഈ ഉത്കണ്ഠ എന്ന് പറയണില്ലേ, ഇപ്പം നിങ്ങൾക്ക് ജോലിയില്ല. ഇപ്പം ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ ജോലി കിട്ടുന്നവരെ നിനക്കുള്ളത് എന്താണ്? ആദിയാണ് ഉണ്ടാകേണ്ടത്, ഇല്ലേ? ഈ ആദി ജോലി കിട്ടുന്നവരെ ആദി പിടിച്ചാണ് പല ആൾക്കാരും ജീവിക്കണത്. പക്ഷെ അത് ക്രിസ്ത്യനല്ല. മനസ്സിലായല്ലേ? ഇപ്പം നീ ജോലി ചോദിക്കുന്നു, നീ ജോലി കിട്ടണില്ല, നിനക്ക് ഇപ്പോഴും കിട്ടുമോ? എപ്പോൾ കിട്ടാനായിരിക്കും? ജോലി കിട്ടിയിട്ട് പെണ്ണ് കെട്ടാൻ പറ്റുമോ? അത് ചെറുക്കനെ കെട്ടാൻ പറ്റുമോ? ഇങ്ങനെ ഇതും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എവിടെയോ ഒരു ഹീലിങ്ങിൻ്റെ കുറവുണ്ട്. കാര്യം എന്താ? ഫെയ്ത്ത് ഇല്ല. ഫെയ്ത്ത് ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾക്ക് കാര്യങ്ങൾ നീണ്ടു വരികയാണെങ്കിൽ, ഇപ്പോൾ ഉടമ്പടി 40 വയസ്സ് 46 വയസ്സുള്ള ആൾക്കാരുടെ കല്യാണം നടക്കണുണ്ട്. ഉടമ്പടിയിൽ 22 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്നുണ്ട്. പക്ഷേ അവിടെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചില കാര്യങ്ങൾ ലാഗ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ വിശ്വാസം മാത്രം പോരാ, പിന്നെ എന്ത് വേണം? പ്രത്യാശ വേണം. എൻ്റെ മക്കളെ, എന്തെങ്കിലും ഉടമ്പടിയിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, ഇപ്പം നിൻ്റെ ഇമിഗ്രേഷൻ ആകാം, അല്ലെങ്കിൽ നിൻ്റെ വിസ പ്രോസസ്സിങ് ആകാം, ചിലപ്പോൾ വിസ റിജക്റ്റ് ചെയ്ത വിഷയമാകാം, ചിലപ്പോൾ സ്ഥലം വിൽക്കുന്ന കാര്യമാകാം, സ്ഥലം വിൽക്കാൻ താമസിക്കുന്ന കാര്യമാകാം. കാര്യം നീ ഒരു വീട് വെക്കാൻ തുടങ്ങുകയും ചെയ്തു, നിൻ്റെ സ്ഥലം വിറ്റ് മാറ്റിയിട്ട്
പഴയ വീട്, കൊള്ളാത്ത വീട്, വഴിയില്ലാത്ത വീട് വിറ്റ് മാറ്റിയിട്ട് നീ പുതിയ വീട്, ചെറിയ സ്ഥലമാണെങ്കിൽ അവിടെ വെക്കാനാണ് നിൻ്റെ പദ്ധതി. നിൻ്റെ പദ്ധതി ശരിയാണ്, അതിനാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. പക്ഷേ നിൻ്റെ ഉള്ള കയ്യിലെ കാശ് കൊണ്ട് നീ ചെറിയ വീട് വെക്കാൻ തുടങ്ങി. പക്ഷേ അതൊട്ട് വിറ്റ് മാറണമില്ല. അപ്പം മേസ്തിരി, ആശാരി, എഞ്ചിനീയർ വന്നിട്ട് എന്തായാലും തുടങ്ങണില്ലേ, ചെയ്യണില്ലേ, തിരക്കണില്ലേ, തിരക്കണേ മറ്റു സംഭവം വിറ്റുമാറണ്ടേ, അതാരും വരണില്ലെന്ന് പറയും. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ആ പഴയ വീട് വിറ്റ് മാറിയാലേ നിനക്ക് ആ കാശ് കൊണ്ട് പുതിയ വീട് വെക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ആ വീട് വിറ്റ് മാറുന്നില്ലെങ്കിൽ, അതിന് സമയമെടുക്കുന്നുണ്ടെങ്കിൽ, വാട്ട് യു മസ്റ്റ് നീഡ്, നിനക്ക് എന്താ ആവശ്യമുള്ളത്? വിശ്വാസമല്ല, പിന്നെ എന്താണ്? പ്രത്യാശയാണ്. പ്രത്യാശ ആണ്. ആ പ്രത്യാശ ഇപ്പം താമസിക്കുന്ന വിഷയത്തിലൂടെയാണ് ഒരു വിഷയം നീ വ്യക്തി കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഒരു വിഷയം താമസിക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് ഉടനെ എമർജൻസി ആയിട്ട് വേണ്ടത് എന്താണ്? പ്രത്യാശയാണ്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ്? സർവൈവ്ഡ് ഫെയ്ത്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിജീവിച്ച വിശ്വാസമാണ്. ദൈവവേദന നിൻ്റെ വീട് വെച്ചോ അതിൻ്റെ അകത്ത് നീ AC ചെയ്തോ ഒന്നും അല്ല ദൈവം നോക്കേണ്ടത്. ഈ തന്നിരിക്കുന്ന പ്രോജക്റ്റ് വെച്ചുകൊണ്ട് ദൈവിക പുണ്യങ്ങൾ നിൻ്റെ ആത്മാവ് ആർജിച്ചോ എന്നാണ് ദൈവം നോക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ കണ്ണിലൂടെയാണ് ജീവിതത്തെ കാണാൻ വേണ്ടി നമ്മൾ ബോധപൂർവമായിട്ട് ഒരു ശ്രമം വേണം. കാരണം ദൈവം ഇപ്പം ഒരു കാര്യം ചോദിക്കട്ടെ, 18:8 എങ്കിലും ലൂക്കായുടെ സുവിശേഷം 18:8 എന്നാ പറയണത്? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടാകുമോ? അതാണ് ചോദ്യം. പരീക്ഷകളെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും എന്തവശേഷിക്കണമെന്നാണ് ദൈവം പറയണത്? വിശ്വാസം അവശേഷിക്കണം. അപ്പം പരീക്ഷകൾ കഴിഞ്ഞ്, ചില പരീക്ഷകൾ ഉണ്ടാകും, ആ പരീക്ഷ കഴിഞ്ഞതിന് ശേഷവും ചില ആൾക്കാർ ആ പരീക്ഷയോട് കൂടി വിശ്വാസം കരിഞ്ഞു പോകും. ഇപ്പോൾ ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വന്നില്ലേ, എന്നാ വന്നത്? ഒരു പള്ളി കത്തിപ്പോയെങ്കിലും സക്രാരി കത്തിയില്ല, കുരിശുരൂപവും കത്തിയില്ല. അതാണ് ഫേസ്ബുക്കിലെ പോസ്റ്റ്. അപ്പോഴേ വലിയ കത്ത് പിടിച്ചാലും സക്രാരി അവശേഷിക്കുന്നു, ദൈവസന്നിധാനം അവശേഷിക്കുന്നു, വിശ്വാസം അവശേഷിക്കുന്നു, പ്രത്യാശ അവശേഷിക്കുന്നു. വാട്ട് പെർസിസ്റ്റ്? എന്താണ് അവശേഷിക്കുന്നത്? ദൈവം നിങ്ങളോട് ചോദിക്കുന്ന കാറ്റഗോറിക്കൽ ക്വസ്റ്റ്യനാണ്. വാട്ട് പെർസിസ്റ്റ്? എന്താണ് അവശേഷിക്കുന്നത്? വിശ്വാസം മാത്രമല്ല, ഹോപ്പ് ആൻഡ് ചാരിറ്റി, ഇതെല്ലാം അവശേഷിക്കേണ്ടതാണ്. ഒരു ദൈവമൈതലാണ് നീയെങ്കിൽ നിന്റെ ഒരു അഗ്നിപരീക്ഷ കഴിയുമ്പോൾ, യോഹന്നാൻ 1 പത്രോസ് 1:7 അനുസരിച്ച് കൊണ്ട് അഗ്നിപരീക്ഷ ഉണ്ടാകുമല്ലോ. അഗ്നിപരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം, അഗ്നിശോധനയെ അതിജീവിക്കുന്ന വിശ്വാസം, അഗ്നിശോധനയെ അതിജീവിക്കുന്ന സ്വർണം, അഗ്നിപരീക്ഷകൾ അതിജീവിച്ച വിശ്വാസം തമ്മിൽ ഒരുമിച്ചാണ് പത്രോസ് പറയണത്. അഗ്നിശോധനയെ അതിജീവിച്ച സ്വർണത്തേക്കാൾ വിലയുള്ളതാണ് അഗ്നിപരീക്ഷകളെ അതിജീവിച്ച നിൻ്റെ വിശ്വാസം. ഇപ്പോൾ 1 പത്രോസ് 1:7 അതിജീവിച്ച വിശ്വാസം ഒന്ന് പറയും. ലൂക്ക 18:8 അവശേഷിക്കുന്ന വിശ്വാസം ഒന്ന് പറയും. ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കാഷ്വാലിറ്റി ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫെയ്ത്ത് മസ്റ്റ് പെർസിസ്റ്റ്, വിശ്വാസം അവശേഷിക്കണം. വിശ്വാസത്തിൻ്റെ പേരാണ് ഹോപ്പ്. എന്താണ്? പ്രത്യാശ. അതാണ് റോമ 5:5 പറയണത്. കഷ്ടത സഹനശീലം പ്രത്യാശയും നൽകുന്നു. പ്രത്യാശ നമ്മളെ ദാറ്റ് ഈസ് മൈ പോയിന്റ്. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. പക്ഷേ എനിക്ക് പറയാൻ അറിയാൻ പാടില്ല കൊണ്ട് ഞാൻ ആത്മാവിൻ്റെ മുമ്പിൽ അടിയറവ് വന്നപ്പോഴാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. ആത്മാവ് പറയുകയാണ് എന്താണ് പ്രത്യാശ എന്ന് പറയണത്? ഒരു കാര്യം താമസിക്കുന്നുണ്ടെങ്കിലും യു ഡോണ്ട് ഫീൽ ഡിസ്പയർ. നിനക്ക് നിരാശ തോന്നണില്ല. നിൻ്റെ സ്ഥലം വിൽക്കാൻ താമസിച്ചെന്ന് വിചാരിച്ചോ? നിൻ്റെ കുഞ്ഞുണ്ടാകാൻ താമസിക്കുമെന്ന് വിചാരിച്ചോ? നിൻ്റെ വീട് വെക്കാൻ താമസിച്ചെന്ന് വിചാരിച്ചോ?
നിൻ്റെ മൊഡ്യൂൾസ് കിട്ടാൻ താമസം വിചാരിച്ചോ, ബട്ട് യു ഡോണ്ട് ഫീൽ ഡിസ്പയർ. എന്താ, നിനക്കതൊരു നിരാശ തോന്നണില്ല. ദാറ്റ് മീൻസ് നിനക്ക് ശരണമെന്ന പുണ്യം കിട്ടിയിരിക്കുന്നു. നിൻ്റെ ആത്മാവ് മുമ്പത്തേക്കാൾ ക്വാളിറ്റേറ്റീവായി. ഫെയ്ത്ത് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴെന്ത് പറ്റി? മൊഡ്യൂൾസിന് ഒരു വിഷയം പോയിട്ടും സ്റ്റിൽ ദർ ഇസ് ഹോപ്പ്, അല്ലേ? OITക്ക് നിൻ്റെ റിട്ടേൺ പോയിട്ടും ഇപ്പോഴും നിൻ്റെ മനസ്സിന് നിരാശയില്ല. നിരാശ ഉണ്ടാവരുത്. അപ്പോഴെന്താണ്? പ്രത്യാശ അവശേഷിക്കുന്നു. കർത്താവിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഒരു വിശ്വാസിക്ക് നട്ടലോടുകൂടി മറുപടി വിടാൻ കഴിഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ പൈതലാകും. ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്നവരാണ്. റോമ 8:14 ദൈവത്തിൻ്റെ മക്കളെ അടിച്ച് കർത്താവ് ചൊല്ലുക. ആദ്യം തന്നെ തിരുകുമാരനോടും അമ്മ മാതാവിനോടും ഞാൻ 1000 നന്ദി പറയുന്നു. എന്നെ ആൾത്താരിൽ എത്തിച്ചതിനും എൻ്റെ സാക്ഷ്യം പറയാൻ കഴിയുന്നതിനും. ഞാൻ മുമ്പ് എൻ്റെ പേര് ആകാശ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ചോര എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. എൻ്റെ അമ്മ കാരണമാണ് ഞാൻ ഈ ഉടമ്പടിയിൽ ധ്യാനം കൂടാനും ഉടമ്പടി എടുക്കുവാനും കാരണം. അമ്മ എന്നും രാത്രിയും രാവിലെയും പ്രാർത്ഥിക്കുന്നതും അതെല്ലാം ഞാൻ കാണുമായിരുന്നു. അമ്മയോടൊപ്പം ഞാൻ പ്രാർത്ഥനയിൽ ചേരുമായിരുന്നു. എനിക്ക് ആദ്യം ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓരോ സബ്ജക്റ്റ് പാസ്സാവാനും. അപ്പം ഞാൻ ആ സമയത്ത് ഉടമ്പടിയിലൊന്നുമല്ല, എൻ്റെ അമ്മ പക്ഷേ ഉടമ്പടിയിലായിരുന്നു. അതിനാൽ ഞാൻ അമ്മയോടൊപ്പം പ്രാർത്ഥന കൂടുകയും അങ്ങനെ ഞാൻ ഡിഗ്രി പാസ്സാവുകയും ചെയ്തു. ഒരു സപ്ലി പോലും ഇല്ലാതെ കറക്റ്റ് ഇയർ ഔട്ടായപ്പം ഞാൻ എല്ലാ സബ്ജക്റ്റും എഴുതിയെടുത്ത് എല്ലാം പാസ്സായി. അപ്പോഴേക്കും എനിക്കൊരു വിശ്വാസം വന്നു അമ്മ മാതാവിലോട്ട്. അങ്ങനെ അമ്മയോടും അച്ഛനോടും നിർബന്ധിച്ചാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ആദ്യ ഉടമ്പടി ഞാൻ ഏപ്രിൽ മാസമാണ് എടുക്കുന്നത്. ലാസ്റ്റ് ഇയർ ഏപ്രിൽ മാസം എടുക്കുകയും ഞാൻ നോർമലിയുള്ള എൻ്റെ പഠിത്ത കാര്യത്തിനും മുന്നോട്ടുള്ള ഇതിനും പറ്റി ഞാൻ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പത്തികമായിട്ട് എൻ്റെ വീട് ഭയങ്കര തകർച്ചയിലോട്ടായിരുന്നു. കാര്യം ആരും സഹായിക്കാനോ, അച്ഛൻ്റെ ജോലി ശമ്പളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് അത് അന്നുള്ള ചിലവിന് പോലും നമുക്ക് കഴിയാതുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടായിരുന്നു. ഡെയിലി പെട്രോൾ അടിക്കാൻ പോലും എനിക്ക് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനോട് ചോദിക്കാൻ എനിക്ക് മടിയായിരുന്നു. കാര്യം എനിക്കറിയാം അച്ഛൻ്റെ പൈസ ഇല്ല. പക്ഷെ എന്നാലും അങ്ങനെ കഴിഞ്ഞിരുന്നു. ഞാൻ അങ്ങനെ ഉടമ്പടിയിൽ അതെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ ബുദ്ധിമുട്ടുകളും എൻ്റെ പഠിത്ത കാര്യത്തിനുള്ള ചിലവും എല്ലാം കഴിഞ്ഞു പോകാനേ നമുക്ക് എങ്ങനെയും പൈസ ഉണ്ടാക്കി തരണമേ എന്ന്. പക്ഷേ ഞാൻ ഇവിടെ അന്ന് ഉടമ്പടി എടുത്ത് പോയതിൻ്റെ അന്ന് തന്നെ ഏകദേശം എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് അന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞു. കഴക്കൂട്ടത്തെത്തിയപ്പോൾ തന്നെ അച്ഛനൊരു ഫാമിലി ഇതേപോലെ ഒരു ജോബ് ഓഫറായിട്ട് അച്ഛൻ വിളിക്കണം. അത്യാവശ്യം നല്ല സാലറി ഉണ്ട് അച്ഛന്. അങ്ങനെ ഒരു ജോലി അച്ഛന് കിട്ടുകയും എനിക്ക് പിറ്റേ ദിവസം തന്നെ എനിക്ക് വിചാരിച്ചൊരു ഡിപ്ലോമ കോഴ്സിന് എനിക്ക് അഡ്മിഷൻ എടുക്കാനും അത് സഹായിച്ചു. അങ്ങനെ തന്നെ ഫസ്റ്റ് അനുഭവം തന്നെ ഫസ്റ്റ് ഡേ എനിക്ക് കിട്ടി. ഇത്രയും പെട്ടെന്ന് സഞ്ചരിക്കുന്ന മാതാവാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും പെട്ടെന്ന് സഞ്ചരിച്ചതിൻ്റെ ഓരോരോ വഴികൾ എനിക്ക് എത്തിച്ചു തരുമെന്ന് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങളൊക്കെ ഇങ്ങനെ യൂട്യൂബ് വഴി കേൾക്കുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് ഇതുപോലൊരു സാക്ഷ്യം ഉണ്ടാവുമോ മാതാവേ ദൈവമേ എന്നൊക്കെ വിചാരിച്ച് പ്രാർത്ഥിക്കും. ഞാനൊരു ഹിന്ദു ആയിരുന്നില്ല. എനിക്ക് ആരെ വിശ്വസിക്കണമെന്നും എനിക്ക് അറിയത്തില്ല. ആരെടുത്ത് പ്രാർത്ഥിച്ച് എങ്ങനെ എന്ത് കിട്ടും. അങ്ങനെയാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പൂർണ്ണമായിട്ടും മാതാവിനെ ഞാൻ ഗോഡെന്നുപരി ഞാൻ ഫ്രണ്ടായിട്ടാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു, എനിക്ക് ഇത് ചെയ്തു തരണേ, എനിക്ക് നാളെ പോയി ഇത് സഹായിക്കണമേ. അങ്ങനെ ഞാൻ ഓരോരോ കാര്യങ്ങൾ പ്രതിസന്ധികളും ഏർപ്പെട്ട് പക്ഷെ അത് ഫ്രണ്ടിലൂടെ മാതാവിനെ പോയി എന്നെ എല്ലാം കാര്യവും അങ്ങനെ ഞാൻ ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എനിക്ക് പുറത്തോട്ട് മാസ്റ്റേഴ്സിന് പോകണമെന്നായിരുന്നു അടുത്ത ആഗ്രഹം. അതിന് മുന്നേ എനിക്ക് കയ്യിലൊരു മുഴയുണ്ടായിരുന്നു. ഇവിടെ കയ്യിലൊരു ചെറിയൊരു മുഴയുണ്ടായിരുന്നു. ചെറുതല്ല, അത്യാവശ്യം നല്ലൊരു വലിയൊരു മുഴയുണ്ടായിരുന്നു. ഒരു സിസ്റ്റായിരുന്നു. പക്ഷേ ഞാൻ പല ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു നീ സർജറി ചെയ്യേണ്ടി വരും, ഒരു മിനി സർജറിയാണ് എന്നാൽ പോലും ചെയ്യേണ്ടി വരും. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അമ്മയ്ക്ക് അച്ഛനും എൻ്റെ കൈ കീറി മുറിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വേണ്ട അതൊന്നും വേണ്ട, അമ്മ മാതാവിൻ്റെ അടുത്ത് നീ ഏർപ്പിക്കുക, പ്രാർത്ഥിച്ചിട്ട് ഡെയിലി നിൻ്റെ തൈലം പുരട്ടിയിട്ട് കിടന്നാൽ മതി എന്ന് പറയും. എന്ന് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ണുറക്കുമ്പോൾ നേരെ ഞാൻ എൻ്റെ കൈ തൊട്ട് അവിടെയാണ് തൊടുന്നത്. പക്ഷേ ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പം എൻ്റെ കയ്യിൽ ആ മുഴയില്ല. അവിടെ ഇങ്ങനൊരു മുഴ ഉണ്ടായിരുന്നെന്ന് പോലും കാണാൻ കഴിയുന്നില്ല. അത്രയ്ക്കും ഞാൻ ട്രൂലി ബ്ലെസ്ഡ് ആയോ അല്ലെ, ഞാൻ ഇംപ്രസ്ഡ് ആയിരുന്നു. അത്രയ്ക്ക് ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് വരെ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്ത ഉടമ്പടി എടുത്തു. ഞാൻ ആദ്യം തന്നെ എഴുതിയിരുന്നത് എനിക്ക് വിദേശ പഠനത്തിന് എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ മാസ്റ്റേഴ്സിന് ഞാൻ
കാര്യം എൻ്റെ വീടിരിക്കുന്ന വേറെ 2.5 സെൻറ്റിലാണ്. അപ്പോൾ കൊളാട്രൽ ഇല്ലാതെ ലോൺ കിട്ടത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. കൊളാട്രൽ ഇല്ലാതെ ഒരിക്കലും ലോൺ കിട്ടത്തില്ല. എന്തെങ്കിലും ഈട് വെച്ചാലേ നമുക്ക് ലോൺ എടുത്ത് പോകാൻ കഴിയത്തുള്ളൂ. എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയെങ്കിലും അത് തികഞ്ഞില്ല, വീണ്ടും പൈസ വേണമായിരുന്നു. അപ്പം അതിനാൽ ഇതേപോലെ SBI പുതിയൊരു സ്കീം തന്നെ കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു മാതാവായിട്ട് എനിക്ക് ഈ വർഷം കൊണ്ടുവന്നായിരിക്കും. ടോപ്പ് 100 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ ഇങ്ങോട്ട് നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഞാൻ ടോപ്പ് 100 യൂണിവേഴ്സിറ്റി നോക്കി തിരഞ്ഞെടുത്ത് എൻ്റെ സബ്ജക്റ്റ് ഞാൻ ജോഗ്രഫിയാണ് പഠിച്ചിരുന്നത്. അതിൻ്റെ ഉപരിപഠനം ഞാൻ നോക്കി അപ്ലൈ ചെയ്യുകയും ഞാൻ കഴിഞ്ഞ മാർച്ച് 10-നാണ്, ഈ വർഷം മാർച്ച് 10-നാണ് ഞാൻ വെച്ചത്, ഉടമ്പടി വെച്ചത്. അതിന് ശേഷമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്ന പോലും, ഈ യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യുന്ന പോലും. അങ്ങനെ അപ്ലൈ ചെയ്ത് എനിക്ക് അവിടെ ഓഫർ ലെറ്റർ വരികയും എല്ലാം പെട്ടെന്നായിരുന്നു. ഒരു വിത്തിൻ ഡേയ്സ് ഓരോരോ കാര്യങ്ങൾ. പിന്നെ ഞാൻ ഓഫർ ലെറ്റർ വെച്ച് ക്യാഷ് ബുക്ക് ചെയ്യും, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മളെ സാമ്പത്തിക ശേഷി വെച്ച് നമുക്ക് ഇതൊന്നും എങ്ങനെ നടന്നു പോകണമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഇൻഷുറൻസ് അടക്കം എല്ലാ കാര്യത്തിനും. ഇപ്പോൾ ലോൺ അപ്ലൈ ചെയ്താൽ പോലും എന്നും ഞാൻ എൻ്റെ കാശ് രൂപനെ എപ്പോഴും എൻ്റെ കയ്യിൽ വെച്ചേക്കും. എൻ്റെ പേഴ്സിൽ അല്ലെങ്കിൽ എൻ്റെ പോക്കറ്റിൽ എപ്പോഴും കാണും. എവിടെ പോയാലും അമ്മ പറഞ്ഞിട്ടുണ്ട് ഉപ്പ് വിതറിയിട്ടേ പോകാവുള്ളൂ. അങ്ങനെ ഉപ്പും എണ്ണയും എല്ലാം ഞാൻ പ്രാർത്ഥിച്ചിട്ടേ പോകുള്ളൂ. ഉപ്പ് ഞാൻ എവിടെ പോയാലും ഒരു പേപ്പറിലായാൽ പോലും ഉപ്പ് വിതറിയിട്ടാണ് കൊടുക്കുന്നത്. ബാങ്കിലൊരു കാര്യം സബ്മിറ്റ് ചെയ്യാൻ പോലും ഉപ്പ് വിതറിയിട്ട് ഞാൻ കൊടുക്കും. അങ്ങനെ എവിടെയൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട് അവിടെ എല്ലാം ഉപ്പ് കാണും. എന്നുവെച്ചാൽ ഉപ്പാണല്ലോ എല്ലാം എന്ന് പറയും പോലെ, അച്ഛൻ പറയും പോലെ ഞാൻ എല്ലായിടത്തും അത് വിതറുമായിരുന്നു. അതെല്ലാം ആയിരിക്കാം എന്നെ എന്നിട്ട് ലാസ്റ്റ് ഞാൻ തീരുന്നത്, ഈ ഉടമ്പടി തീരുന്നത് ലാസ്റ്റ് മന്ത് 10-ാം തീയതിയാണ്. എന്ന് വെച്ചാൽ മാർച്ച് 10-ന് ലാസ്റ്റ് മന്ത് 10-ാം തീയതി എൻ്റെ ഉടമ്പടി തീരുകയാണ്. കറക്റ്റ് 10-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന സമയമാണ്. മാർച്ച് 10-ാം തീയതി 12 മണിക്കാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് ഇറങ്ങുന്നത്. ലാസ്റ്റ് മന്ത് 10-ാം തീയതി ഞാൻ ക്ലാസ് കഴിഞ്ഞ് 12 മണിക്ക് ഇറങ്ങിയതും എൻ്റെ ലോണ് പാസ്സായി. എനിക്ക് എങ്ങനെ നടന്നെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അത്രയ്ക്ക് വണ്ടറായിരുന്നു. ഒരിക്കലും വിചാരിച്ചില്ല, ഒരു ഈട് പോലും വെക്കാതെ 50 ലക്ഷം രൂപ വെറുതെ ഒരാൾക്ക് എൻ്റെ ഒരു പേരിലാണ് തരുന്നത്. നമുക്ക് ആരെങ്കിലും ഒരാൾ വസ്തുവോ വീടോ വയ്ക്കുന്ന ഒരു ആവശ്യമില്ലാതെ എൻ്റെ ഒരു ഓഫർ ലെറ്ററിൻ്റെ ബേസിൽ എനിക്ക് 50 ലക്ഷം രൂപ കിട്ടി. 60th റാങ്കാണ്, വേൾഡ് ഗ്ലോബൽ 60th റാങ്കിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. എനിക്ക് ഇത്രയും മാർക്കൊന്നുമില്ല, എനിക്ക് കിട്ടാൻ മാത്രം മാർക്കും ഇല്ല. അതാണ് വേറൊരു പോയിന്റ്. എനിക്ക് ഒട്ടും യോഗ്യതയില്ല, എനിക്ക് തന്നെ അറിയാം. പക്ഷെ എന്നാലും ഞാൻ അപ്ലൈ ചെയ്തു. കിട്ടി പോയി എന്ന് വെച്ചാൽ വേറൊരു മാർഗ്ഗം എനിക്കില്ല. എനിക്കിനി എങ്ങനെയും വിദേശത്ത് പോയി പഠിച്ച് അവിടുന്ന് മുന്നോട്ട് എങ്ങനെയും പോകാനാണ് പ്ലാൻ. കാര്യം എന്നെ സഹായിക്കാൻ, എൻ്റെ കുടുംബത്തിനെ സഹായിക്കാൻ ആരുമില്ല, അതെനിക്കറിയാം. അച്ഛൻ്റെ ഒരു ജോലി ബേസിലാണ് നമ്മളിങ്ങനെ കഴിഞ്ഞു പോകുന്നത്. അപ്പം എനിക്കൊരു കുടുംബത്തിനെ എങ്ങനെയും താഴ്ത്താങ്ങായിട്ട് എനിക്ക് കൊണ്ടുപോകണം. അതിനാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അങ്ങനെ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ വിസയ്ക്ക് അപ്ലൈ ചെയ്തേക്കാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് വിസ വരാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ അടുത്തോടും വേണ്ടി എടുക്കാൻ വേണ്ടി വന്ന് പ്രാർത്ഥിക്കുന്ന പോലും. അതെനിക്ക് ലഭിക്കുമെന്ന് തന്നെ തോന്നുന്നു. അങ്ങനെ ഓരോരോ പ്രതിസന്ധികളും അമ്മ മാതാവ് ഞാൻ സഞ്ചരിക്കും മുന്നേ അമ്മ മാതാവ് എന്നെ മുന്നിലേ കണ്ട് അതെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകും. എനിക്കിതുവരെ ഒരു പ്രതിസന്ധി എനിക്ക് നേരിടേണ്ടി, ഞാൻ കരഞ്ഞിട്ട് പോലും, ഞാൻ എന്നും രാത്രി സംസാരിക്കും. അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. എന്നും രാത്രി ചെന്ന് സംസാരിക്കും, ഇതേപോലെയാണ്, നാളെ ഇങ്ങനെ പോകണം, നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, സഹായിക്കണേ. എൻ്റെ സ്വന്തം അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ മാതാവിനായിട്ട് ഞാൻ സംസാരിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്തു പോയി. ഇതുവരെയുള്ള എല്ലാ കാര്യവും എന്നെ വളരെ ഹെൽപ്ഫുള്ളായി, ഗ്രേറ്റ്ഫുള്ളായി, മദർ ഈസ് ഡിവൈൻ എന്ന് പറയും പോലെ ഷീ ഹെൽപ്പ് മീ എ ലോട്ട്. അങ്ങനെ ഞാൻ അത്രയ്ക്കും ബ്ലെസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയൊരു മൊമെൻ്റാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന അത്രയ്ക്കും ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്. ഇവിടെ നിന്ന് നിങ്ങൾ ഇത്രയും പേരുടെ മുന്നിൽ ഇത്രയും പറയാൻ വേണ്ടി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നടത്തിയെന്ന് വെച്ചാൽ ഞാൻ സ്റ്റുഡൻറ്റ്, എനിക്ക് അത്രയും ഹെൽപ്പൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, എനിക്ക് തന്നെ അറിയാം. പക്ഷെ ഞാൻ എൻ്റെ മുന്നിൽ കാണുന്നത് ചിലപ്പോൾ ഒരു ഭിക്ഷക്കാരായിരിക്കാം, അല്ലെങ്കിൽ വിശന്നിരിക്കുന്ന ഒരാളായിരിക്കാം. ഞാൻ അവർക്ക് ചിലപ്പോൾ ഒരു ചായ വടയായിരിക്കും ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത്. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ കയ്യിൽ ഉള്ള പൈസയൊക്കെ ഞാൻ കൊടുക്കും. ഇപ്പം ഞാൻ വഴിയെ ചിലപ്പോൾ പോകുമ്പം ഒരു ലോട്ടറി ഒരു അപ്പൂപ്പനുണ്ട്, മിക്കവാറും ഞാൻ കാണും. അപ്പം ഞാൻ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ ഒരു 100 രൂപ ഉള്ളപ്പം ഞാൻ ഒരു ലോട്ടറി എടുത്തിട്ട് ബാക്കി വെച്ചേക്കാൻ പറയും. ഞാൻ എഡിറ്റൊക്കെ ചെയ്യും, വീഡിയോ ഒക്കെ ഇങ്ങനെ എഡിറ്റൊക്കെ ചെയ്യും. അപ്പം ഞാൻ ഒരു 100 രൂപ എടുത്ത് എനിക്ക് അന്നത്തെ രാത്രി ചിലപ്പോൾ എനിക്ക് 1000 രൂപയായിട്ട് കിട്ടും. ഞാൻ അങ്ങനെയൊക്കെ പ്രേക്ഷിത പ്രവർത്തനമാണ് ഏറ്റവും മെയിൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ ദിവസം ഒരു 100 രൂപയായിട്ട് കിട്ടും. അത്രയ്ക്കും കുറവാണ്. എനിക്ക് കൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ഏറ്റവും കൂടുതൽ ചെയ്യുക, അത്രയും നിങ്ങൾ കാരുണ്യ പ്രവർത്തനം അത്രയും ചെയ്താൽ നിങ്ങൾക്ക് അത്രയും
ട്രൂലി ബ്ലെസ്ഡ് ആയിട്ട് മാതാവ് നിങ്ങൾക്ക് തിരിച്ചു തരും. അത് 1 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 1000 രൂപ അല്ലെങ്കിൽ 1 കോടി രൂപയായിട്ട് നിങ്ങൾക്ക് തിരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിരിക്കും. അതാണ് എനിക്ക് ഏറ്റവും എനിക്ക് തോന്നിയൊരു അനുഭവം. അങ്ങനെ പത്രമൊക്കെ ഞാൻ എല്ലാ വീടുകളിൽ തോറും വിതരണം ചെയ്യും. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയും. ആദ്യമൊക്കെ അവർ ഒട്ടും വിശ്വാസമില്ല, പക്ഷേ അവർ തന്നെ ഇതേപോലെ ഞാൻ ഇവിടെ നിന്ന് ലോക്കറ്റ് മേടിച്ചിട്ട് അവർക്കൊക്കെ കൊടുക്കും. അവർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കണ്ട് അവർ എന്നോട് ഇന്നു പോലും പറഞ്ഞിട്ടുണ്ട്, എനിക്കത് മേടിച്ചുകൊണ്ട് വരണേ, ആ സാധനം എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരണേ, മാതാവിൻ്റെ മറ്റേ മാലയൊക്കെ മേടിച്ചുകൊണ്ട് വരണേ, അങ്ങനെയൊക്കെ പറയും. അത്രയ്ക്കും ഞാൻ എല്ലാവരുടെ അടുത്തും പറയും, എൻ്റെ അനുഭവങ്ങൾ ഞാൻ എല്ലാവരോടും പറയും. എനിക്കതിനൊരു മടിയുമില്ല. ഇത്രയൊക്കെ അനുഭവങ്ങളാണ് എനിക്ക് ഉണ്ടായത്. ഇപ്പം സാമ്പത്തിക ശേഷി നമുക്ക് കുഴപ്പമില്ലാതെ, നമുക്ക് അത്യാവശ്യം അച്ഛൻ്റെ നല്ല ജോലിയുണ്ട്, ഇപ്പം കുഴപ്പമില്ലാതെ നമുക്ക് നല്ല രീതിക്ക് പോകാൻ കഴിയുന്നുണ്ട്. പിന്നെ വിസയ്ക്കിനായി ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഈ സെപ്റ്റംബറിലാണ് എനിക്ക് ഇൻടേക്ക് പോവേണ്ടതെല്ലാം. ഇത്രയാണ് എനിക്കുണ്ടായ അനുഭവങ്ങൾ. ഇതെല്ലാം നടത്തി തന്നതിനും യേശുക്രിസ്തുവിനോടും അമ്മ മാതാവിനോടും 1000 നന്ദി.